ഇവിടെ ഞാൻ ഭയങ്കര യൂണീക്കായിട്ട് കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ പെൺകുട്ടികളെല്ലാവരും തന്നെ ഉണ്ടല്ലോ ആ ലേക്കിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു റിഫ്ലക്ഷൻ അടിച്ചിട്ട് ഇപ്പോൾ കുറച്ചുകൂടി ഒരു റെഡ് കളർ ആ ഒരു ഭാഗത്ത് കണ്ടുവരുന്നുണ്ടോ. നല്ല മനോഹരമായിട്ടുണ്ട് അതൊക്കെ. ഗുഡ് മോർണിംഗ് എവ്രി വൺ. അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ നിന്ന് രാവിലെ തന്നെ യാത്ര അടിച്ചു കേട്ടോ. ഒരുപാട് നേരത്തെ ഇറങ്ങാമെന്ന് കരുതിയിരുന്നെങ്കിലും ആ തണുപ്പൊക്കെ കാരണം ഞാൻ അവിടെ തന്നെ കിടന്നു. പിന്നെ നമുക്ക് പതിയെ പോയാൽ മതി എന്നുള്ളതുകൊണ്ടും ഇപ്പോൾ ഏകദേശം നട്ടുച്ചയായിട്ട് നമ്മൾ നല്ലൊരു ദൂരം വന്നിട്ട് നാലദുർഗ എന്ന് പറയുന്നൊരു ഫോർട്ട്, ഇത് മഹാരാഷ്ട്ര സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഫ്രണ്ടിൽ വന്നപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ വണ്ടി ഇറക്കി വെച്ചാണ്. അപ്പോൾ അതാണ് അവിടെയാണ് റോഡ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറക്കി ഇവിടെ വെച്ചാണ് യാത്രയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പോൾ നമ്മൾ ഹൈദരാബാദിൽ നിന്ന് രാവിലെ തുടങ്ങിയ യാത്ര നമ്മളൊരു കിഡിലൻ സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. എന്തായാലും അവിടെ ചെന്നിട്ട് ഞാൻ കാഴ്ചകൾ കാണിച്ചു തരാം. അതേതാണ് സ്ഥലം എന്നുള്ള കാര്യം അവിടെ ചെന്നിട്ട് കാണാം. ഒരു പൊളി സ്ഥലമായിരിക്കും. അധികം നമ്മൾ മലയാളീസ് ഒന്നും പോയി എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ്. ഒരുപാട് പേര് പോകാറുണ്ട്, പക്ഷേ നമ്മുടെ ഒന്നൊരു ബക്കറ്റ് ലിസ്റ്റിലൊന്നും കാണാറില്ലാത്ത സ്ഥലമാണ് കേട്ടോ എൻ്റെ ഒരു അറിവ്. അപ്പോൾ എന്തായാലും അവിടെ പോയിട്ട് അവിടുത്തെ അടിപൊളി കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ GT നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഹൈവേ ആയിരുന്നു, 4 ലൈൻ ഹൈവേ ഒക്കെ ആയിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ലഗേജ് ഒന്നും പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്ന് ഡീസൻ്റായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് അയച്ചു കേട്ടിട്ടൊന്നും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ സോലാപ്പൂർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിക്കാമെന്നുള്ള പ്ലാനാണ്. സമയം ഏകദേശം 2 മണി ആവാറുമായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു സ്ഥലം? അപ്പോൾ ഇവിടെയും നമുക്ക് ടിക്കറ്റ് എടുത്ത് കയറാനൊക്കെ പറ്റും കേട്ടോ. നല്ലൊരു ഫോട്ടോയാണ്. ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, മഹാരാഷ്ട്ര ഈ ഒരു ഭാഗം എന്നൊക്കെ പറയും. ഈ ഒരു ഭാഗം എന്നല്ല, മഹാരാഷ്ട്രയിലെ ഭാഗങ്ങളൊക്കെ മൊത്തം തന്നെ ഛത്രപതി ശിവജി ഇങ്ങനെ പണിത് വെച്ചിരിക്കുന്ന ഒരുപാട് ഫോർട്ടുകളുണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി കോട്ടകൾ നിറയുണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പണിത് വെച്ചിട്ടുണ്ട്. കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് പൂനെ ഏരിയയിലേക്കൊക്കെ പോകുമ്പോൾ. അപ്പോൾ നിങ്ങളൊരു മഹാരാഷ്ട്ര ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഫോർട്ടുകളും ഒക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോർട്ടും മനോഹരമായിട്ടില്ല, നല്ല രസമുണ്ട് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി. ഇപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഇവിടെ വരെ ഇങ്ങനെ ഒരു സ്ട്രെച്ചിൽ ഫുള്ളി ഒരു ഫോർട്ട് കാണാൻ പറ്റും കേട്ടോ. കുറച്ചുകൂടി മനോഹരം എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയിലെ എല്ലാ സ്ഥലങ്ങളും തന്നെ കുറച്ചുകൂടി മനോഹരം മൺസൂണിലാണ് കേട്ടോ. മൺസൂണിൽ ഭയങ്കര ബ്യൂട്ടിയാണ്. ഈ ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ട് ഞാൻ ഒരു സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ഈ മഹാബലേശ്വർ പോലത്തെ സ്ഥലമൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ മൂന്നാറൊന്നും പിന്നെ പോകാനേ തോന്നില്ല എന്നൊക്കെ ഞാൻ പുച്ഛിക്കുന്നതല്ല കേട്ടോ. കാരണം ഭയങ്കര പച്ചപ്പ്, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഭംഗിയാണ് അവിടുത്തെ സ്ഥലങ്ങൾക്ക്. അപ്പോൾ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഗുഡ് മോർണിംഗ്. സോ വി ആർ ഹിയർ ഇൻ പൂനെ ടുഡേ. അപ്പോൾ നല്ലൊരു മോർണിംഗ് ആയിരുന്നു, നല്ലൊരു മിസ്റ്റി മോർണിംഗ് ആയിരുന്നു. ഞാനിപ്പോൾ ഏർലി മോർണിംഗ് എണീറ്റിട്ട് നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് വിടാമെന്ന് കരുതിയിരുന്നായിരുന്നു. പക്ഷേ ഞാൻ എണീറ്റൊക്കെ വന്ന് ഇങ്ങനെ കുറച്ച് മടിച്ചൊക്കെ ഇരുന്ന് പതിയെ താമസിച്ച് ഒരു 8 മണിക്കാണ് നമ്മൾ റൈഡ് തുടങ്ങിയത്. എന്നിട്ടും ഒരു 9 മണി വരെയൊക്കെ നല്ല ഫോഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ട്രാഫിക് സിഗ്നൽ ജമ്പ് ചെയ്യാത്തത് ഞാൻ മാത്രമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ചവിട്ടി നിർത്തിയേക്കുമ്പോൾ ബാക്കിൽ ആൾക്കാർ ചവിട്ടി നിർത്തുന്നൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആക്ച്വലി 8 മണിക്കൊക്കെ ആയിരിക്കുമല്ലോ ഈ ഒരു സിഗ്നൽസ് സ്റ്റാർട്ടാവുക. അതുകൊണ്ടായിരിക്കും രാവിലത്തെ സമയത്തൊക്കെ ആൾക്കാർ എല്ലാം ജമ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. കണ്ട പോണണ്ട ഇതണ്ട അതാണ്. സോ പൂനെയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ പോലെ, കേരളം നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണല്ലോ തൃശ്ശൂർ. അതുപോലെ തന്നെ മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈയിലാണെങ്കിലും ഇതിൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് ഈ പറയുന്ന പൂനെയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. ഞാനൊരു ഏകദേശം 10 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഭയങ്കര യൂണീക്കായിട്ട് കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ പെൺകുട്ടികളെല്ലാവരും തന്നെ ഉണ്ടല്ലോ, അവർ ഫുള്ള് ഇങ്ങനെ വലിയൊരു ദുപ്പട്ടയൊക്കെ വെച്ചിട്ട് ഫുള്ള് ഇങ്ങനെ കണ്ണ് മാത്രം കാണിച്ചിട്ട് ഫുള്ള് ചുറ്റി കെട്ടി നടക്കും. അപ്പോൾ ഞാൻ കരുതി മേ ബി പൊല്യൂഷനൊക്കെ ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം ഞാൻ വിശാഖപട്ടണം കണ്ടിട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇത്രയും പൊല്യൂഷൻ ഉണ്ടായിട്ടും ആൾക്കാരും അവിടെ ഒന്നും ഇങ്ങനെയൊന്നും കവർ ചെയ്ത് നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവരോട് സംസാരിച്ചപ്പോഴാണെങ്കിൽ മനസ്സിലായത് ഇവിടുത്തെ ഒരു കസ്റ്റമുണ്ട്, ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടുത്തെ ഇങ്ങനെ പെൺകുട്ടികളൊക്കെ പുറത്തു പോകുമ്പോൾ അങ്ങനെ ധരിക്കുന്നതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ കൂടുതൽ ക്ലാരിറ്റി എനിക്കുമില്ല അതിൻ്റെ ഒരു കാര്യത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു തരാം. രാവിലെ എന്തായാലും ചെറിയൊരു ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്, തണുപ്പുണ്ടായിരിക്കും.
അപ്പോൾ ഇതിലൊരു തണുപ്പുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഒരു ടെമ്പറേച്ചർ എത്രയാണെന്നൊക്കെ നോക്കണം കേട്ടോ, ഞാൻ നോക്കിയില്ല. നമ്മൾ പൂനെയിൽ നിന്ന് മുംബൈ റോഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള റോഡാണ്. രണ്ട് വശത്തും ഇങ്ങനെ മരങ്ങളുണ്ട്. മുകളിൽ നമുക്ക് ഒരു മെട്രോയുടെ ലൈൻ കാണാം. അപ്പോൾ ഈ നല്ലൊരു തണുപ്പുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് ഞാൻ ഈ റൈഡ് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ റൈഡിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ ഈ ജാക്കറ്റിൻ്റെ കൂടെ ആ ഒരു തെർമൽ ലൈനർ ഉപയോഗിക്കുന്നുണ്ട്. എനിക്കത് ചൂടെടുത്തിട്ട് എവിടെയും വലിച്ചെറിഞ്ഞ് കളയേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടില്ല. അതിപ്പോൾ ആന്ധ്രയിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും മഹാരാഷ്ട്രയിലാണെങ്കിലും ശരിക്കും ഒരു ക്ലൈമറ്റ് നല്ലൊരു സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു റൈഡിൽ. ബാഗ് മുകളിൽ വെച്ചിരുന്നൊരു ബാഗ് അതിൻ്റെ ബഞ്ചി റോപ്പ് പൊട്ടിയിട്ട് വീണു. അപ്പോൾ നമ്മൾ വേറെ റോപ്പുണ്ട്, വേണമെങ്കിൽ കെട്ടി വെക്കാം, പക്ഷേ കുഴപ്പമില്ല. അത് ചെറിയൊരു ബാഗായതുകൊണ്ട് നമുക്ക് ബാക്കിൽ സപ്പോർട്ട് എന്തായാലും കൊടുത്തിരിക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ട് അത് തോളത്തിട്ട് റൈഡ് ചെയ്യാം. ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു അവിടെ ഇന്ത്യൻ ഫ്ലാഗ് ഉണ്ടോ, ട്രൈക്കർ ഫ്ലാഗ്, അത് ഹാഫ് ഹോയിസ്റ്റഡ് ആണ്. അതായത് പകുതിയാണ് ഉയർത്തിയിട്ടുള്ളത്, ഫുള്ള് ഉയർത്തിയിട്ടില്ല. എന്തായിരിക്കും റീസൺ എന്നറിയില്ല. അങ്ങനെ 1-2 കണ്ടീഷൻസിൽ മാത്രമാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അതെന്താണ് റീസൺ എന്നുള്ളത് ഞാൻ എന്തായാലും അന്വേഷിച്ചിട്ട് പോസ്റ്റ് ചെയ്യുന്ന എന്തായിരുന്നു ഇതിങ്ങനെ ചെയ്യാൻ കാരണം എന്ന്. നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ആ സ്റ്റണ്ട് കാണിച്ച് പോയ സ്പ്ലെൻഡറുകാരൻ പയ്യനൊക്കെ ഇവിടെ ആക്സിഡൻ്റ് ആയി. ഇവിടെ ഒരു ട്രാക്ടറിൻ്റെ ബാക്കിൽ കൊണ്ടിട്ട് നിർത്തിയിട്ടായിരുന്നു തോന്നുന്നു. അതിൻ്റെ ബാക്കിൽ കൊണ്ട് ഇടിച്ചിട്ട് ആ വണ്ടി ഓടിച്ചിരുന്ന പയ്യന് കാര്യമായിട്ട് ഇഞ്ചുറീസ് ഉണ്ട് മുഖത്തൊക്കെ. അവിടെ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്, ഛർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് സസ്പെക്റ്റഡ് ഹെഡ് ഇഞ്ചുറീസ് ഉണ്ട്, കാരണം അവിടെ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അതുപോലെ കണ്ണിൽ ഒരു നല്ലൊരു റെഡ്നെസ് ഒക്കെ എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും റോഡിൽ ഇപ്പോൾ ലോങ് റൈഡ് പോകുന്നവരായാലും എങ്ങനെയായാലും നിങ്ങൾ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കും. ഓക്കെ, ഞാനിപ്പോൾ സ്പീഡ് കയറുന്നുണ്ടാവും, അലോഡ് സ്പീഡിനേക്കാളും 50 km/h അലോഡ് സ്പീഡിങ് അതിനൊക്കെ മുകളിൽ നമ്മൾ ഓടിക്കുന്നുണ്ടാവും. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എൻ്റെ ബൈക്കിലും എൻ്റെ റൈഡിങ്ങിലും ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഓവർ കോൺഫിഡൻ്റ് ആവില്ല. രാവിലെ പിന്നെ അവന്മാർ വെള്ളമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആയിരിക്കരുത് ഒരിക്കലും നിങ്ങളുടെ ഒരു റൈഡിങ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലിരുന്ന ഒരു ബൈക്ക് ഒരു സ്പ്ലെൻഡറാണ്, അതിൻ്റെ ഒരു കപ്പാസിറ്റി എങ്ങനെയാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഫിൽട്ടർ ചെയ്യാനോ അങ്ങനത്തെ റൈഡിങ്ങിനുള്ള ബൈക്ക് അല്ല അത്. ആക്ച്വലി അതൊരു സിമ്പിൾ കമ്പ്യൂട്ടർ ബൈക്കാണ് 100 cc ഉള്ളത്. അപ്പോൾ അത് വെച്ച് അങ്ങനെ ചെയ്യാം. ബാക്കി ഇങ്ങനത്തെ സ്റ്റണ്ട്സ് കാണിക്കാൻ വേറെ സ്ഥലങ്ങളുണ്ട്, റോഡിലല്ല കാണിക്കണ്ടേ. ഹെൽമെറ്റ് പോലും അങ്ങനെ വന്നിട്ട് കയറിയിട്ട് പറ്റിയൊരു ആക്സിഡൻ്റാണത്. അങ്ങനെ ഓടി ഓടി നമ്മളിത് ലോണാവാല എന്ന് പറയുന്നൊരു മനോഹരമായിട്ടുള്ള ഹിൽ സ്റ്റേഷനിൽ എത്തിക്കുകയാണോ, മഹാരാഷ്ട്ര സംസ്ഥാനത്തുള്ള മുംബൈയിൽ ജീവിക്കുന്നവരൊരു വീക്കെൻഡ് ഗെറ്റ് അവേ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ലോണാവാല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹിൽസൊക്കെ ഉള്ള സ്ഥലമാണ്. ഞാൻ പറഞ്ഞല്ലോ കുറേ കൂടി ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കുറേ കൂടി മനോഹരമാവുക ശരിക്കും വിൻ്ററിലല്ല മൺസൂണിലാണ് കേട്ടോ. ഇതൊരു ഏർലി മോർണിംഗ് ആണ്, കുറച്ചുകൂടി നമുക്ക് ഫോഗൊക്കെ കിട്ടിയാൽ അവിടെ നമുക്ക് ആ ഒരു ലോണാവാല ലേക്ക് കാണാം. അതിൻ്റെ നടുക്കൊരു തുരുത്ത് പോലെ ഉണ്ട്, നല്ല രസമുണ്ട്. കുറേ പക്ഷികളൊക്കെ ഉണ്ട് അവിടെ. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു വെള്ളം ഇപ്പോൾ കുറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഒരു വെള്ളം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിൻ്റെ ഒരു സംഭവം കണ്ടിട്ട് ഇവിടെ ഫുള്ളിങ്ങനെ സമതല പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ നമുക്ക് ഹിൽസ് കാണാം. നല്ലൊരു മിസ്റ്റി ആയിട്ടുള്ള ക്ലൈമറ്റാണ്. ഒരു 25 ഡിഗ്രിക്കാണ് ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ കാണിക്കുന്നത്. നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇനിയും കുറേ പോയിൻറ്റ്സ് ഉണ്ട്. അതായത് ടൈഗർ പോയിൻ്റ് എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്ക് സൺറൈസ് കാണാൻ പറ്റും. അതുപോലെ ലയൺസ് പോയിൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ആ ഒരു ടൗണിൻ്റെ ഭാഗത്ത് നിന്ന് തിരിഞ്ഞ് വരുന്ന വഴിക്ക് നമുക്കൊരു വാക്സ് മ്യൂസിയം ഉണ്ട്. ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ വാക്സ് മ്യൂസിയം കാണാൻ പറ്റും. അതുപോലെ ഒരു പ്ലാനറ്റോറിയം ഉണ്ട്. അങ്ങനെ ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക്. അതുപോലെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് പോയിട്ട് കുറേ അഡ്വഞ്ചേഴ്സൊക്കെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ നിന്ന് കുറച്ചുകൂടി പോയി കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഒരു ബുഷി എന്ന് പറയുന്ന ഒരു ഡാം ഉണ്ട്. അപ്പോൾ ബുഷി ഡാം ഉണ്ട്. അവിടുത്തെ വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, പ്രത്യേകിച്ച് മൺസൂണിൽ ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതിലൂടെ ഒരു ബൈക്കൊക്കെ പോകുന്നുണ്ട് ദൂരേക്കൂടെ. അപ്പോൾ
ഇതുകൂടാതെ ഇവിടെ ലോഹഗഡ് എന്ന് പറഞ്ഞൊരു അടിപൊളി ഫോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് പറ്റുന്ന സംഭവങ്ങളൊക്കെ ഇന്നൊന്ന് കവർ ചെയ്യാം. ഏകദേശം 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലെ. അപ്പോൾ ഞാൻ ഇവിടുത്തെ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം ഞാൻ കവർ ചെയ്ത് കാണിച്ചു തരാം. നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. നമുക്കപ്പോൾ വീണ്ടും യാത്ര തിരിക്കാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമുണ്ട് ബുഷി ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡാമിൻ്റെ ഭാഗങ്ങളെ കുറച്ച് കാണാം. അപ്പോൾ അങ്ങോട്ട് ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്താണെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ നടന്നു വരുന്ന ഭാഗത്തൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇവിടെ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും ഇവിടുത്തെ ഷോപ്സ് ഒന്നും തന്നെ തുറന്നിട്ടില്ല കേട്ടോ. അത് സൺഡേ ആയതുകൊണ്ടാണ്. സൺഡേ പക്ഷേ ആക്ച്വലി തിരക്ക് കൂടുതലുണ്ടാവേണ്ടതാണ്. കാരണം ഞാൻ പറഞ്ഞ ഒരു വീക്കെൻഡ് ഗെറ്റ് അവേ പ്ലേസ് ആണ് ഇത് മുംബൈക്കാസിനൊക്കെ അല്ലെങ്കിൽ പൂനെ എന്നൊക്കെ വരുന്നവർക്ക്. അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും ഈ ഒരു ഷോപ്സ് എല്ലാം തന്നെ അടഞ്ഞെടുക്കുന്നത്. അപ്പോൾ നല്ല മഴയുള്ള സമയത്ത് അതിൽ കൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിച്ച് പോകുന്നുണ്ടാവും കേട്ടോ. ആ ഒരു പ്ലേസ് കാണിച്ചു തരാം. അങ്ങോട്ട് പോകാം നമുക്ക്. ഇതിനപ്പുറത്താണ് ഡാം. ആക്ച്വലി ഡാമിലിപ്പോൾ വെള്ളമുണ്ട്. മഴക്കാലത്ത് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്റ്റെപ്സിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഫോട്ടോ. അപ്പോഴാണ് ശരിക്കും ഇവിടുത്തെ ഒരു വൈബ് അടിപൊളിയാവുന്നത്. നമ്മളാ ഡാമിൻ്റെ ഒരു വെള്ളത്തിനടുത്തേക്കുള്ള സൈഡിലേക്ക് പോകാൻ കേട്ടോ. അവിടെയും കുറേ യാത്രികരൊക്കെ ഉണ്ട്. ഇവിടെ ഇതിനപ്പുറത്തെ വശത്തേക്ക് ആൾക്കാർ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെ ബോട്ടിംഗ് ഒന്നുള്ളതായിട്ട് അറിവില്ല. ഇവിടെ ഒരു ടൈമിൽ സ്വിമ്മൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ആൾക്കാർ. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഇവിടെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ ഒരു കെട്ടിൻ്റെ ഭാഗമുണ്ടല്ലോ, ഇപ്പോൾ അവിടെ അവർ അടച്ച് ലോക്ക് ചെയ്തേക്കാണ്. അല്ലെങ്കിൽ ആ ഒരു കെട്ടിൻ്റെ ഭാഗത്ത് അങ്ങോട്ടൊക്കെ നമുക്ക് നടക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം അടച്ചു വെച്ചേക്കാണ്. ഇവിടെ എന്തായാലും വ്യൂ നല്ല രസമാണ് കേട്ടോ. ഫുള്ളിങ്ങനെ മലനിരകളും കൂടിയൊരു ഡാമൊക്കെ ആയിട്ട്. നമ്മൾ ഈ ബുഷി ഡാമിൻ്റെ ഏരിയയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകാണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റൂട്ടിലേക്ക്, ബാക്കിലേക്കുള്ള റൂട്ടിലേക്ക് പോകുമ്പോഴാണെങ്കിൽ ബാക്കി ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. അതായത് കൊറേഗഡ് ഫോർട്ട്, ടൈഗർ പോയിൻറ്റിൻ്റെ വാട്ടർഫോൾ, അതുപോലെ ലാൻഡ്സ് പോയിൻറ്റ്, അങ്ങനെ കുറേ പോയിൻറ്റ്സ് ഉള്ള ഒരു സ്ഥലം അങ്ങോട്ട് പോകുമ്പോഴാണ്. പക്ഷെ നമ്മൾ അവിടേക്കൊന്നും പോകുന്നില്ല. നമ്മളിപ്പോൾ ഇതാ ഈ ഒരു വഴിക്ക് തിരിച്ചു പോയിട്ട് ഇവിടെ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് റൈറ്റ് പോകണമെന്നാണ് പറഞ്ഞത്. നമ്മൾ ലോഹഗഡ് ഫോർട്ട് എന്ന് പറയുന്ന ഒരു കിടിലൻ ഫോർട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ പോയി അവസാനം മുംബൈ പൂനെ എക്സ്പ്രസ് വേയിൽ കയറി കേട്ടോ. അത് ആക്ച്വലി ബൈക്സിന് അലൗഡ് അല്ലാത്തൊരു വഴിയാണ്. സാധാരണ ഈ ഒരു ട്രിപ്പിൽ എപ്പോഴും പറ്റുന്ന സംഭവമാണ്. അതായി കാണുന്ന ഈ താഴെ പോകുന്നതാണ് മുംബൈ പൂനെ എക്സ്പ്രസ് വേ. ഇത് 4 വീലേഴ്സും അതുപോലെ ട്രക്സൊക്കെ മാത്രമേ പോകുള്ളൂ. 2 വീലേഴ്സിന് അലൗഡ് അല്ല കേട്ടോ. അത്
സത്യം പറഞ്ഞാൽ ഇതൊക്കെ കയറി വന്നിട്ട് വ്ളോഗ് എടുക്കാനോ ക്യാമറ എടുക്കാൻ പോലും വയ്യ. അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടതായി ഇതിൻ്റെ ലോഗഡ് ഫോർട്ടിൻ്റെ മുകളിൽ വരെ നടന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും മുകളിൽ നിന്നുള്ളൊരു വ്യൂ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അവിടെ ഒരു വലിയൊരു ലേക്കൊക്കെ നമുക്ക് കാണാം. ആ ഒരു ലേക്ക് നിങ്ങൾക്ക് കാണുന്നില്ലേ? അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഭയങ്കര ബ്രെത്തേക്കിംഗ് ആയിട്ടുള്ള കുറേ ഹിൽസിൻ്റെ അടിപൊളി വ്യൂ ഉണ്ട്. കണ്ടോ അവിടെ കണ്ടൊരു വലിയ ഹില്ലൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ളൊരു പാട്ടൊക്കെ ഉണ്ടോ, അതൊക്കെ കുറച്ചുകൂടി ഞാൻ പറഞ്ഞല്ലോ ആ ഒരു മൺസൂൺ ടൈമൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ല ആ ഒരു ഗ്രീനറിയിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് ഇവിടെയൊക്കെ കണ്ടോ മൊത്തം ആ ഒരു വരണ്ട് കിടക്കുകയാണ്. ഇവിടെ നല്ല ക്ലൈമറ്റ് ആണോ. ഇവിടെ ഒരു ഛത്രപതി ശിവജി മഹാരാജിൻ്റെ ആ ഒരു കൊടി പാറി കളിക്കുന്നുണ്ട്. അതായത് ഇവിടെ ആക്ച്വലി ഒരു ഹനുമാൻ ദ്വാർ എന്ന് പറഞ്ഞൊരു ഗേറ്റാണ് ഇത്. അപ്പോൾ ഇവിടെ ഒരു ഹനുമാൻ്റെ മൂർത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോർട്ടിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. കയറി വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു വലിപ്പമുണ്ട് എന്നുള്ളത് കൂടാതെ കയറി സത്യം പറഞ്ഞ പണി പാടി. നമ്മൾ പറയായിരുന്നു ഇത് സത്യം പറഞ്ഞ ശത്രുക്കൾ നടന്ന് കയറി വന്നു കഴിയുമ്പോൾ ശത്രുക്കൾ നടന്ന് കയറി മടുത്ത് കഴിയുമ്പോൾ തള്ളിയിടാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പിലാണ് ഇത് പണിത് വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നും. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് നടന്ന് കയറി വരാൻ. ഏറ്റവും മുകളിൽ വന്നിട്ട് നമ്മൾ മടുത്തിട്ടുണ്ട് ശരിക്കും. ഇങ്ങനെ നല്ല സ്റ്റീപ്പായിട്ടുള്ള വലിയ വലിയ സ്റ്റെപ്സൊക്കെയാണ് കയറി വരേണ്ടത്. പക്ഷേ ബ്യൂട്ടിഫുൾ ബിൽഡാണ്, ഭയങ്കര അടിപൊളി ഇൻഫ്രാസ്ട്രക്ചറാണ്. പക്ഷേ ഇതിൻ്റെ സൈഡിലൊന്നും കണ്ട് ഇവിടെ നിന്നൊരു റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു സേഫ്റ്റിയുടെ കാര്യത്തിൽ അവർ ചെയ്തിട്ടില്ല. അതെന്താണ് അങ്ങനെയെന്ന് അറിയില്ല. സാധാരണ എല്ലാ സ്ഥലങ്ങളും ചെയ്യുന്നതായിരുന്നു. ഇവിടെ ആ ഒരു സംഭവം വയ്ക്കാത്ത എന്തായാലും ഭയങ്കര റിസ്ക് ആയിട്ട് എനിക്ക് തോന്നിട്ടോ. ഒന്ന് ആളുകൾ സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഈ സൈഡിലോട്ടൊക്കെ പോകുന്നതാണ്. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ വ്യൂ? ഭയങ്കര ദൂരേക്കുള്ളൊരു പനോറമിക് വ്യൂ നമുക്ക് കാണാം. ആ ലേക്കൊക്കെ നല്ല രസമുണ്ട്. കണ്ടോ ആ ലേക്ക് അവിടെ മുതൽ തുടങ്ങിയിട്ട് അങ്ങ് അവിടെ വരെ നമുക്ക് കാണാം. വാവ്, സൂപ്പർ. അപ്പോൾ ഈ സ്ഥലങ്ങളെ കൂടാതെ ഇവിടെ മെയിനായിട്ട് പിന്നെയുള്ളത് വെച്ചാൽ ഒരു ഡെല്ല എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് അഡ്വഞ്ചറൊക്കെ ചെയ്യാൻ വേണ്ടി അവിടെ പോകാം. അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് ദൂരെയായിട്ട് കർല എന്ന് പറയുന്ന ഒരു കേവ്സ് ഉണ്ട്. അപ്പോൾ അതും ഭയങ്കര മനോഹരമായിട്ടുള്ള പല നൂറ്റാണ്ടുകൾക്ക് മുൻപ് പണിത കേവ്സൊക്കെയാണ്. അപ്പോൾ ആ ഒരു സംഭവം കാണാൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൂടാതെ ഇവിടെ ഈ ഒരു റൂട്ടിൽ തന്നെ നമുക്ക് ടൈഗർ പോയിൻ്റ്, ലയൺസ് പോയിൻ്റ് അങ്ങനെയുള്ള പോയിൻറ്റ്സും കാണാവുന്നതാണ്. അതുപോലെ ഖണ്ടാല ഘാട്ട് വ്യൂ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ നിന്ന് നമ്മൾ മുംബൈ റൂട്ടിൽ പോകുമ്പോൾ അവിടെ നമുക്ക് കാണാം. അതിനടുത്ത് തന്നെ കൂനെ വാട്ടർഫോൾസ് എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിന് പോകാത്തതിന് കാരണം വെച്ചാൽ ഇപ്പോൾ വെള്ളമൊക്കെ കുറവായിരിക്കും. അത് മൺസൂണിൽ അല്ലെങ്കിൽ ഒരു മൺസൂൺ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ എൻഡ് സീസണിലൊക്കെ പോകുമായിരിക്കും. കുറച്ചുകൂടി അങ്ങനത്തെ ഒരു സംഭവമൊക്കെ എൻജോയ് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ളൊരു സ്ഥലം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഫോർട്ടിൽ വരാമെന്ന് തീരുമാനിച്ചത്. ഫോർട്ടാകുമ്പോൾ ഇപ്പോൾ ഈ ഒരു വിൻ്ററിൽ വരുമ്പോൾ വലിയ ചൂടൊന്നും ഉണ്ടാവില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട്. ആ ലേക്കിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു റിഫ്ലക്ഷൻ അടിച്ചിട്ട് ഇപ്പോൾ കുറച്ചുകൂടി ഒരു റെഡ് കളർ ആ ഒരു ഭാഗത്ത് കണ്ടുവരുന്നുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം ഫോഗ് കയറി വരുന്നുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ മൊത്തമായിട്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ യാത്ര ഇവിടെ അവസാനിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലോണാവാലയിലാണല്ലോ. ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ മുംബൈക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇനിയുള്ള യാത്ര മുംബൈയിലേക്കാണ്. അപ്പോൾ ഇന്ന് രാത്രിത്തോടെ നമ്മൾ മുംബൈയിലെത്തുന്നതായിരിക്കും. എനിക്ക് ഈ ഒരു യാത്രയും അതിൻ്റെ ഈ ഡീറ്റെയിൽസ് പറഞ്ഞതും ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൂദ് ബൈക്കറീസ് ഓൾ അബൌട്ട് 2 wheels ആൻഡ് ദ ജേർണീസ്. അപ്പോൾ ഇനിയും നമുക്കിങ്ങനെ ഒരു അടിപൊളി യാത്രയായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു അടിപൊളി ബൈക്ക് റിവ്യൂ ഒക്കെ ആയിട്ട് കാണാം. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. ഇനിയും ഇതുപോലുള്ള മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. റൈഡ് സേഫ്, ഹെയിൽ ബൈക്കേഴ്സ്, ബൈ.